കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിന്റെ ഭാഗമായുള്ള ബി.ജെ.പിയുടെ നഗരപ്രദക്ഷിണം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ബി.ജെ.പി സംസ്ഥാന കാര്യാലയത്തിൽ നിന്നുമാണ് ഡബിൾ ഡെക്കർ ബസ്സിൽ നഗരപ്രദക്ഷിണത്തിന് തുടക്കമാകുക. വിജയിച്ച സ്ഥാനാർത്ഥികൾക്കൊപ്പം ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കളും ഭാഗമാകും. പ്രജിത് മോഹനൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രജിത്ത്, തിരുവനന്തപുരം നഗരസഭയിൽ മിന്നുന്ന ജയം, തിളക്കമാർന്ന ആ ജയത്തിന് ശേഷം ഇന്ന് നഗരപ്രദക്ഷിണത്തിന് ഒരുങ്ങുകയാണ്. വിജയിച്ച കൗൺസിലർമാരും ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനും ബി.ജെ.പി നേതാക്കളും ഒത്തുചേർന്നുകൊണ്ടൊരു ഡബിൾ ഡെക്കർ ബസ്സിലുള്ള നഗരപ്രദക്ഷിണം എത്രമാത്രം ആവേശകരമായിരിക്കും? എപ്പോഴാണ് യാത്ര തുടങ്ങുക? അതിന്റെ സമയം, മറ്റ് വിവരങ്ങൾ? വൈകുന്നേരം 4 മണിയോടെയാണ് ബി.ജെ.പിയുടെ നഗരപ്രദക്ഷിണം ആരംഭിക്കുക. ബി.ജെ.പി സംസ്ഥാന കാര്യാലയത്തിന് മുന്നിൽ നിന്നുമാണ് ഈ ഡബിൾ ഡെക്കർ ബസ്സിലുള്ള നഗരപ്രദക്ഷിണം ആരംഭിക്കുക. നഗരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ രീതിയിൽ ഡബിൾ ഡെക്കർ ബസ്സിൽ വിജയിച്ച സ്ഥാനാർത്ഥികളടക്കമുള്ളവർ, അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ, ഒപ്പം മറ്റ് പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കൾ എന്നിവരെല്ലാം ഈ വിജയാഘോഷത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ്. എന്തായാലും ഒരു വലിയൊരു പ്രകടനമായി തന്നെ അതിനൊരു നഗരത്തെ മുഴുവൻ അറിയിക്കുന്ന രീതിയിൽ ഈ വിജയാഘോഷം മാറ്റുക എന്നുള്ളതാണ് ബി.ജെ.പി നേതൃത്വം ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ച് ബി.ജെ.പിയുടെ സംസ്ഥാന ഒപ്പം തന്നെ ഈ ഡബിൾ ഡെക്കർ ബസ്സിനൊപ്പം തന്നെ മറ്റു തരത്തിലുള്ള, അതായത് ഒപ്പം പിന്നിൽ മറ്റു വാഹനങ്ങളുടെ അകമ്പടി അടക്കമുള്ളവ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് പ്രവർത്തകർ ഇരുചക്ര വാഹനങ്ങളിൽ അടക്കം എത്തും. അപ്പോൾ സ്വാഭാവികമായും ഒരു വലിയ റാലി പോലെ ആയിരിക്കും ഈ പറയുന്ന രീതിയിൽ. സാധാരണഗതിയിൽ നമ്മൾ ഇരുചക്ര വാഹന റാലിയൊക്കെ കാണാറുണ്ട്. അതിനൊപ്പം ഒരു ഡബിൾ ഡെക്കർ ബസ്സിൽ മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഉൾപ്പെടുത്തി ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന നേതാക്കളും അണിനിരക്കുമ്പോൾ ആവേശം അല തല്ലുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വൈകുന്നേരം 4 മണിക്കാണിത് ആരംഭിക്കുന്നത്. നമ്മൾ ഈ തിരുവനന്തപുരം നഗരത്തിൽ ഡബിൾ ഡെക്കർ ബസ്സിലുള്ള യാത്ര എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ വിജയത്തിൻ്റെ മധുരം തങ്ങൾ നാട്ടുകാരിലേക്കും പകരുന്നു എന്നുള്ളതാണ് ബി.ജെ.പി അറിയിക്കുന്നത്. എല്ലാ നേതാക്കളും ഉണ്ടാകും, പ്രധാനപ്പെട്ട എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ബി.ജെ.പി സംസ്ഥാന ഓഫീസിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരം. സ്ഥാനാർത്ഥികൾ എല്ലാവരും ഉണ്ടാകും. അതോടൊപ്പം തന്നെ പ്രവർത്തകർക്കും ഈ വിജയാഘോഷത്തിൻ്റെ ഭാഗമാകണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നഗരഹൃദയത്തിൽ വലിയൊരു സംഖ്യയിലേക്ക് ബി.ജെ.പി പ്രവർത്തകർ എത്തുമെന്നുള്ളതാണ്. വോട്ട് നൽകി ജയിപ്പിച്ച തിരുവനന്തപുരത്തെ നഗരനിവാസികളെ കാണാൻ വിജയിച്ച ഇപ്പോൾ വാർഡ് കൗൺസിലർമാരായി മാറിയിരിക്കുന്ന എല്ലാവരും എത്തുന്നു. അവർ തങ്ങളുടെ വിജയത്തിൻ്റെ സന്തോഷം ജനങ്ങളിലേക്ക് പകരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം വരും ദിവസങ്ങളിൽ ബി.ജെ.പിയുടേതായിട്ടുള്ള പുതിയ പ്രഖ്യാപനങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകും. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. അതിൽ ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം കൃത്യമായി കാര്യങ്ങൾ പിന്നീട് വിശദീകരിക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ആരായിരിക്കും തിരുവനന്തപുരത്തിൻ്റെ പുതിയ നഗരപിതാവ് എന്നുള്ളൊരു ചോദ്യം വളരെ സജീവമായി വരികയാണ്. അതിനൊക്കെയുള്ള മറുപടികളും എന്തായാലും വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. രോഹിണി. ശരി, പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.